അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനികളെ, എല്ലാവരെയും എല്ലാ സമയത്തും സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. എല്ലാം തികഞ്ഞവരായി മാറാനും നമുക്ക് കഴിയില്ല. എന്തെങ്കിലൊക്കെ ന്യൂനതകൾ, മനുഷ്യത്വപരമായ ന്യൂനതകൾ നമുക്കുണ്ടായേക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നമ്മെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളുണ്ട്. നമ്മെക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് എല്ലായ്പ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നത്. എല്ലാം തികഞ്ഞവരായിട്ട് മാറുക എന്നതും നമ്മെക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. എന്നാൽ നമ്മെക്കൊണ്ട് സാധിക്കുന്ന കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ പരിമിതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും ചിലപ്പോഴെങ്കിലും അവർക്ക് പ്രിയപ്പെട്ടവരായി മാറാൻ നമ്മെക്കൊണ്ട് കഴിയുന്ന കാര്യമാണ്. ഇനി അതിനും കഴിയുന്നില്ലെങ്കിൽ അവരെ മനസ്സിലാക്കി, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആർക്കും ഒരു പ്രയാസവും ഉണ്ടാക്കാതിരിക്കാൻ നമ്മെക്കൊണ്ട് കഴിയുന്ന കാര്യമാണ്. ഒരാളെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നത് നമ്മെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന അത്രയും പ്രാധാന്യത്തോടു കൂടെ തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറ്റുള്ളവരുടെ മനസ്സിനെ നാം സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയം നമുക്ക് കിട്ടുന്നത് പോലെ തന്നെയാണ് ഒരാൾക്കും ഒരു ഉപദ്രവവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്നേഹം നമുക്കുണ്ടാകുമെന്നുള്ളതാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെയധികം വിലപ്പെട്ട ഒരു ഉപദേശമാണ് തകുഫു ശർറക അനിന്നാസ് ഫഇന്നഹാ സദഖത്തുൽ ലക. നീ മറ്റൊരാൾക്കും ഒരു മനുഷ്യനിക്കും ഒരു പ്രയാസവും നീ ഉണ്ടാക്കാതിരുന്നാൽ ഫഇന്നഹാ സദഖത്തുൽ ലക, അത് നിനക്കുള്ള ധർമ്മമായി അല്ലാഹു തആല എഴുതുന്നതാണ്, സദഖയായിട്ട് എഴുതുന്നതാണ്. നാളെ പരലോകത്ത് വിജയിക്കാൻ, പരലോകത്ത് നമ്മെ സഹായിക്കുന്ന ഒരു അമലാണ് മറ്റുള്ളവർക്ക് ഒരു പ്രയാസവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുക എന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എല്ലാവരെയും എല്ലായ്പ്പോഴും സന്തോഷിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മെക്കൊണ്ട് കഴിയുന്ന കാര്യമാണ് ഒരാൾക്കും ഒരു സമയത്തും ഉപദ്രവം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുക എന്നുള്ളത്. അത് സദഖയായി, ധർമ്മമായി കൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നല്ല അടിമകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് എല്ലാ മേഖലയിലും ഉന്നതമായ വിജയം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.